ഇത്തവണ മോട്ടുവിനെ പത്തലവനെ കൊടുക്കാനുള്ള ഒരു നല്ല പ്ലാനാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ആരാണ് പണി കൊടുത്തത് പോലും തിരിച്ചറിയാൻ പറ്റില്ല. പോ പോ, എന്റെ അടുത്തത് പോവാൻ. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. കവിതയുടെ കാര്യമൊന്നുമില്ല, എന്റെ പ്ലാൻ നടപ്പിലാക്കാൻ നോക്ക്. നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കേ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ മേയർ സാറിനോട് പറഞ്ഞോളാംന്നേ. പ്രിൻസിപ്പൽ സാറേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്കൂൾ പണിത് തരാം. ചോപ്പടി അസോസിയേഷന്റെ ചെയർമാൻ സാറേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു തരാം. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ടെന്നേ. പിന്നെ നിങ്ങളോട് ഫുർഫുറി നഗറിലുള്ള ഞങ്ങളുടെ എല്ലാ സഹായവും നിങ്ങൾക്കുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഒന്നിനും ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ലെന്നേ. മോട്ടുജി, നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. വൈദ്യൻ കൽപ്പിച്ചതുപോലെ രോഗി ഇച്ഛിച്ചതുപോലെ നിങ്ങളാണല്ലേ പോട്ടു? പോട്ടുമല്ല, മോട്ടു. ഓക്കെ മിസ്റ്റർ മോട്ടു, ഐ ആം മിസ്റ്റർ ജോൺസ്റ്റർ. ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങള് കുറ്റവാളികളെയൊക്കെ പിടിക്കാറുണ്ടെന്ന്, ഫുർഫുറി നഗരത്തെ ഒരുപാട് സഹായിക്കാറുണ്ടെന്ന്, പിന്നെ സോഷ്യൽ വർക്കും ചെയ്യാറുണ്ടെന്ന്. ഇന്ന് നേരിട്ട് കാണാൻ പറ്റി. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു മിസ്റ്റർ ജോൺസ്റ്റർ. പറഞ്ഞോളൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത് സാറേ? സത്യം പറയുവാണെങ്കിൽ ഞാൻ ഇന്റർനാഷണൽ ചാരിറ്റി ഓർഗനൈസേഷന്റെ ചെയർമാൻ ആണ്. ഞങ്ങൾ എല്ലാ വർഷവും ബെസ്റ്റ് സോഷ്യൽ വർക്കറിന് സമ്മാനം നൽകാറുണ്ട്. ഈ വർഷം നിങ്ങളുടെ പേരാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. താങ്ക് യു സർ. ഹലോ മിസ്റ്റർ മോട്ടു, ഇത് 1 കോടിയുടെ ചെക്കാണ്. നിങ്ങൾക്ക് കാശാക്കി ഉടൻ തന്നെ ചാരിറ്റിയുടെ വർക്ക് തുടങ്ങിക്കോളൂ. പ്രിൻസിപ്പൽ സാറേ, ഇനി ആ സ്കൂളിന്റെ ബിൽഡിംഗ് പൊട്ടിച്ചുകളാ. നാളെ പുതിയത് കെട്ടാലോ. എന്റെ ചോപ്പടി പൊന്നു ചേട്ടാ, നാളെ രാവിലെ നിങ്ങൾ കൊതിച്ചതുപോലെ ഞാൻ ശരിയാക്കി തരാമെന്നേ. ചായക്കട ചേട്ടാ, ഈ കടയൊക്കെ പൊളിച്ച് മാറ്റ്. നാളെ നമുക്ക് പുതിയതൊരെണ്ണം ഉണ്ടാക്കാമല്ലോ. ഓ വൗ, കാശ് കിട്ടി ഉടനെ ചാരിറ്റി തുടങ്ങിയല്ലേ? ഈ വർഷാവസാനം നിങ്ങൾക്ക് ഞാൻ മറ്റൊരു റിവാർഡും കൂടി തരാം. ഇറ്റ് വിൽ ബി 5 crore. ഇതാ എന്റെ വിസിറ്റിംഗ് കാർഡ് വെച്ചോളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട. പത്തലു. എന്റെ അമ്മോ, യോമാർ എങ്ങോട്ടായി ഉരുണ്ടുകൊണ്ടിങ്ങനെ പോണത്? കേറിക്കോളൂ. എന്റെ അമ്മോ, എന്നെ എന്തിനാ പിന്തുടരുന്നത്? ഓട്ടോ, ഞാൻ തന്നെ വെറുതെ വിടില്ല. ഞാനും തന്നെ വെറുതെ വിടില്ല. എന്താ പറ്റിയതൊന്ന് കേക്ക്. മനസ്സിലായോ? 1 കോടിയോ? പിന്നെ 5 കൊല്ലം കഴിഞ്ഞ 5 കോടി രൂപയോ? എന്റെ അമ്മോ. ഓട്ടോ, എന്റെ വീടിന്റെ മേൽക്കൂര ഒന്ന് ശരിയാക്കി തായോ. എന്റെ പോലീസ് സ്റ്റേഷനും ഒന്ന് റിപ്പയർ ചെയ്ത് തരണം. പൊളിക്ക്, എല്ലാം പൊളിച്ചു മാറ്റ്. ഞാൻ മോട്ടു റിപ്പയർ ചെയ്തു തരാം. പൊളിച്ചേ. എന്റെ മോട്ടു, നീ ചിന്തിച്ചിട്ടൊക്കെ ആൾക്കാർക്ക് വാക്ക് കൊടുക്ക. 1 കോടി കൊണ്ട് നീ എന്തൊക്കെ റിപ്പയർ ചെയ്യും? സ്കൂള്, വീട്, ചായക്കട, ബോക്സറിന്റെ വീട്, നീ ആലോചിക്ക. ഓക്കെ, ആലോചിക്കട്ടെ. നിങ്ങളും വാങ്ങിച്ചോളൂ, എല്ലാവരും വാങ്ങിച്ചോളൂ. എന്റെ മോട്ടു, എഴുന്നേൽക്ക. സ്വപ്നം കണ്ടോണ്ട് കിടക്കേണ്ട സമയം കഴിഞ്ഞു. എഴുന്നേൽക്ക. എന്താ പറ്റിയേ? കണ്ടോ മോട്ടു, ചെക്കിൽ പേര് തെറ്റായിട്ടാ എഴുതിയിരിക്കുന്നത്. കണ്ടില്ലേ, മിസ്റ്റർ പോട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. മോട്ടു, ഓ നോ. മോട്ടു, ഇപ്പൊ നിനക്ക് ബാങ്കിൽ നിന്ന് 1 പൈസ പോലും കിട്ടാൻ പോകുന്നില്ല. പറ പ്രിൻസിപ്പളെ,
മോട്ടു ഞാൻ സ്കൂള് പൊളിച്ചിരിക്കുന്നു. പെട്ടെന്ന് കാശെടുത്തോണ്ട് വന്നാ പണി തുടങ്ങായിരുന്നു. വന്നോളാം വന്നോളാം. സോറി, സെക്കൻഡ് ലൈനിൽ ആരും ഉണ്ടെന്നാ തോന്നുന്നു. ഹലോ ഹലോ സാറേ, എന്ത് എല്ലാം പൊട്ടിച്ചു കളഞ്ഞെന്നോ? ആ പെട്ടെന്ന് കാശെടുത്തോണ്ട് വാ, പുതിയ കുടിലുകൾ കെട്ടണ്ടേ. അതെ മോട്ടു, ഞാൻ കടയൊക്കെ പൊളിച്ചു കളഞ്ഞു. ഞാൻ മേൽക്കുറയെ മാറ്റിയിട്ടുണ്ട്. ഒന്ന് വേഗം പണി തുടങ്ങ, ഒന്ന് വേഗം. ഏയ്, എന്താ പറ്റിയത്? എന്റെ ബോക്സറേട്ടാ, അതായത് പക്ഷിറാണി, ഒരു മിനിറ്റ്. ഹലോ മിസ്റ്റർ ജോൺ സ്റ്റാർ. വിടടാ എന്നെ വിട്. പറക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ മുകളിലേക്ക് വന്നത്? ഹലോ മിസ്റ്റർ പോട്ടു, എന്തൊക്കെയുണ്ട്? ഞാൻ അഡ്വക്കേറ്റ് ജോണിയാണ്. ചെക്കില് പോട്ടു എന്നാണ് പേര് എഴുതിയിരിക്കുന്നത്. അതിനി ഒരിക്കലും മാറ്റാൻ കഴിയുകയില്ല. മിസ്റ്റർ ജോൺസ്റ്റർ അമേരിക്കയിലാണ്. 2 മാസം കഴിയാതെ തിരിച്ചു വരില്ല. എന്ത്? ഇനി ഒരു വഴിയേ ഉള്ളൂ. മിസ്റ്റർ പോട്ടുവിന്റെ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങണം. ചെക്കിട്ട് ക്യാഷ് എടുത്തതിന് ശേഷം അക്കൗണ്ട് പിൻവലിച്ചേക്കാം. ആദ്യം നീ ഇങ്ങോട്ട് വാ, അല്ലെങ്കിൽ നിന്റെ തലയും ഞാൻ എന്റെ മേൽക്കൂര പൊളിച്ച പോലെ പൊളിക്കും. പറയുന്നത് ശരിയാ, പൈസ എടുത്തോണ്ട് പാടോ. ഞങ്ങള് സ്കൂള് പൊളിക്കാൻ പറഞ്ഞു പൊളിച്ചു, അതുപോലെ കുടിലുകളും പൊളിച്ചു. വക്കീല് ചേട്ടാ ഓടിക്കോ. മിസ്റ്റർ മോട്ടു, നിങ്ങളെ ഇപ്പൊ ആരും തിരിച്ചറിയാൻ പോകുന്നില്ല. പേടിക്കണ്ട. മോട്ടു സഹോദര, നിങ്ങൾ പോയി അക്കൗണ്ട് തുടങ്ങിക്കോളൂ. ഞാൻ കൂടെ തന്നെയുണ്ട്. വേഗം പോയി ചെക്കിടൂ. സാറേ, എനിക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമായിരുന്നു. എന്റെ പേര് പോട്ടു. നിങ്ങൾക്ക് എന്ത് വേണേലും എടുത്തോ, പക്ഷെ എന്നെ ഒന്നും ചെയ്യരുത്, അത്രേ ഉള്ളൂ. അല്ല, ഇവനിതെന്താ പറ്റിയത്? അവരെന്നെ ശരിക്കും പെടുത്തി കളഞ്ഞെന്നാണല്ലോ തോന്നുന്നത്. രക്ഷപ്പെട്ടോടാ മോട്ടു. ഈ ഡ്രസ് ഇല്ലാതെ നടക്കാന്ന് വെച്ചാ ഭയങ്കര വിഷമമുള്ള ഒരു കാര്യോ. എന്താ ചെയ്യാ? വാ, അത് കൊള്ളാലോ. ഒരു സാരിയെങ്കിലും കിട്ടിയല്ലോ. ബോസ്, എല്ലാം ഓക്കെ ആയി. എന്റെ വണ്ടി ആരാ കട്ടോട്ട് പോകുന്നേ? നിനക്ക് ഇത്രക്ക് ധൈര്യമോ? ബോക്സർ ചേട്ടാ, ഞാൻ മോട്ടുവാണ്. മോട്ടുവോ? എന്നാ പിടിച്ചോ. അതെ, ലോകത്തിലുള്ള എല്ലാവരും എന്തിനാ എന്റെ തുണിയുടെ പുറകിൽ ഇങ്ങനെ നടക്കുന്നേ? എന്റെ അമ്മോ, ബോക്സറേട്ടാ, നിങ്ങൾ നമ്മുടെ മോട്ടിനെ എവിടെയെങ്കിലും കണ്ടിരുന്നോ? അതാ മോളോട്ട് നോക്ക്. എന്റെ അമ്മോ, പിടിക്കൂ, മോട്ടിനാണെങ്കിലും പിടിക്കൂ. അവരെന്റെ യൂണിഫോമും മോട്ടോർ ബൈക്കും അടിച്ചുകൊണ്ട് പോവാണ്. അയ്യേ. അയ്യോ, പ്ലീസ്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? എന്തെങ്കിലും വേഗത്തിൽ ചെയ്യൂ. ഈ ജോൺസ്റ്റർ നീളമില്ലാത്ത ഉരുണ്ടതാ. എന്ന് വെച്ചാൽ ഈ മിസ്റ്റർ ജോൺസ്റ്റർ ജോണാണ്. സത്യമായിട്ടും ഇത്രയും ദിവസം മണ്ടനാക്കിക്കൊണ്ടിരിക്കായിരുന്നു. ഐഡിയ. പോട്ടു സിംഗ് ആകാൻ ശ്രമിച്ചു. കാരണം 1 കോടിയുടെ ചെക്ക് അയാളുടെ പേരിലായിരുന്നു അത്രേ.
ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഇനി മോട്ടു എന്തും ചെയ്യാൻ തയ്യാറാണ്. ഇനിയിപ്പൊ നിങ്ങളെല്ലാവരും ജോണിനെ തേടൂ. എന്നിട്ട് അവന്റെ തലയിന്ന് ഓരോരോ മുടി പറിച്ചോണ്ട് വാ. ഒരു മുടിക്ക് 1 ലക്ഷം രൂപ ഞങ്ങൾ തരാം. എത്ര കിട്ടുന്നോ അതിന്റെ പകുതി നിങ്ങൾക്കുള്ളതാണ്. പിന്നെ മറ്റു പകുതി മോട്ടുവിന്റെ ചാരിറ്റിക്ക് വേണ്ടി ഇനി സമ്മാനമായിട്ട് കൊടുക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? ജോൺ മരത്തിന്റെ പുറകിലിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ചീറ്റിംഗ് ആണ്, ചീറ്റിംഗ് ആണ്. എന്റെ മുടിക്ക് വിലയിടാൻ നിങ്ങൾ ആരാണ്? ബോസ് ഞങ്ങൾക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കണം. 2 തലമുടിയേ ഇനിയുള്ളൂ. ഓരോന്ന് വീതം എടുത്തോട്ടെ പ്ലീസ്. Watch India's largest kids library only on Jio Hotstar. Download the app now.